അസത്യങ്ങളും വിവാദങ്ങളും എല്ലാം കത്തിക്കയറിയ ശേഷം മോഹൻലാൽ അവസാന ഘട്ടത്തിൽ ഒരു ഖേദപ്രകടനവുമായി വന്നിരിക്കുകയാണ്. എന്തെങ്കിലും കാര്യമുണ്ടോ ഇനി ഈ അവസാന ഘട്ടം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി സമൂഹത്തിൽ വിള്ളൽ വരുത്തിയ ശേഷം അദ്ദേഹം എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? ഖേദപ്രകടനം കൊണ്ട് വലിയ പ്രയോജനമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഉണ്ടാക്കാവുന്ന കുഴപ്പങ്ങളെല്ലാം ഉണ്ടാക്കി, എല്ലാ കുത്തിത്തിരിപ്പും അതെ, ഏൽപ്പിക്കാൻ പറ്റുന്ന മുറിവുകളൊക്കെ ഏൽപ്പിച്ചു എന്ന് മാത്രമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതിയുടെ വിധിക്ക് വരെ ഒരു എന്താ പറയുക, പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ അന്വേഷണ ഏജൻസികളെ, രാഷ്ട്രീയമായ ഇതൊക്കെ പോട്ടെ, രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ വിമർശിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം, കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചാലും നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ നമ്മുടെ അന്വേഷണ ഏജൻസികളെ, അവരെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തുന്ന നമ്മുടെ പരമോന്നത നീതിപീഠത്തിൻ്റെ നേർക്ക് കാർക്കിച്ച് തുപ്പുന്ന തരത്തിൽ പ്രവർത്തിച്ചിട്ട് പിന്നൊരു ഖേദപ്രകടനം നടത്തിയത് കൊണ്ട് വല്ല അർത്ഥവുമുണ്ടോ? മോഹൻലാൽ എന്ന പലരും ചോദിക്കും പോലെ മോഹൻലാൽ പൊട്ടനാണോ? ഈ അവസാന ഘട്ടം മാത്രമാണോ ഈ പൊട്ടം മനസ്സിലാക്കിയത്? ഞാൻ സോഷ്യൽ മീഡിയയിൽ പൊതുവേ കണ്ടൊരു വാക്ക് പറയാം. അത് ശരിക്കും ഞാനും അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകനാണ്. എനിക്കത് പറയുന്നതിന് വലിയ വിഷമമുണ്ട്. വളരെ കൊച്ചുനാൾ മുതൽ മോഹൻലാൽ എന്ന സൂപ്പർ സ്റ്റാറിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്ത് എന്നെ പോലുള്ള ഒരുപാട് പേരുണ്ട്. മമ്മൂട്ടിയോടും നമുക്ക് വിരോധമൊന്നുമില്ല, അദ്ദേഹത്തിൻ്റെ സിനിമകളും വലിയ ഇഷ്ടമാണ്. പക്ഷേ നല്ല സിനിമകളെ സ്നേഹിക്കുന്നവരൊക്കെ അങ്ങനെയാണ്, നടന്മാരെ ഇഷ്ടപ്പെടും, നടിമാരെ ഇഷ്ടപ്പെടും. പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ചോദ്യം മോഹൻലാൽ ഒരു മൊണ്ണയാണോ എന്നാണ്. ഇങ്ങനെ ഈ മാപ്പും കൂടി വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് നേർക്കുയരുന്ന വളരെ വളരെ മോശമായ അഭിപ്രായ പ്രകടനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നത്. ഈ 40 വർഷത്തെ കരിയറിനെ കുറിച്ച് അദ്ദേഹം ഈ പോസ്റ്റിൽ സൂചിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പോലും പറയുന്നത് തിരക്കഥ വായിച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ കൂടെ നടക്കുന്ന ഇപ്പോൾ ഒരു പട്ടാളക്കാരനായ ഒരു പട്ടാള, എന്താണ് പട്ടാളത്തിൽ ജോലി എന്നറിയില്ല. കാരണം അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ അങ്ങനെയാണ്. ഈ നിരന്തരം കോൺഗ്രസിൽ കാണാം, BJP-യിൽ കാണാം. ഇപ്പോൾ കാരണം ഈ സിനിമ ഇറങ്ങിയപ്പോൾ ആ ദിവസം തന്നെ അദ്ദേഹത്തിന് ഉമ്മ വയ്ക്കുന്നത് കണ്ട് ഇപ്പോൾ പറയുകയാണ് ആ സിനിമ മോശമായി പോയെന്ന്. അദ്ദേഹം എല്ലാം ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. ഇദ്ദേഹം അതെ, ഈ സിനിമ കണ്ടിട്ടില്ല, ഈ തിരക്കഥ വായിച്ചിട്ടില്ല, മോഹൻലാൽ പാവമാണ്, കണ്ണടച്ചേ പാല് കുടിക്കൂ. അതെ, ഇപ്പോൾ അതുകൊണ്ടൊന്നും ഈ ഉണ്ടാക്കിയ മുറിവുകൾ, ഉണ്ടാക്കിയ കുഴപ്പങ്ങൾ തീരില്ല എന്ന് മാത്രം ലളിതമായി പറഞ്ഞുകൊള്ളട്ടെ. ഇപ്പോൾ മോഹൻലാൽ എന്തായാലും ഒരു കാര്യം സമ്മതിച്ചു. ഞാനും ഈ അണിയറ പ്രവർത്തകരും ഞങ്ങൾക്ക് എല്ലാവർക്കും തെറ്റുപറ്റി. അത് തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്, അത് സ്വീകാര്യമാണ്. പക്ഷേ അതുകൊണ്ട് തീരുന്നില്ല പ്രശ്നം. ഇപ്പോൾ പറയുന്നത് ഈ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള, അപ്പോഴും പറയുന്നത് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത് എന്നാണ്. പക്ഷെ അദ്ദേഹം മനസ്സിലാക്കുന്നില്ല ആ തെറ്റിൻ്റെ ഗൗരവം. നോക്കൂ, അത് നമ്മുടെ പരമോന്നത നീതിപീഠത്തെ അവഹേളിക്കുന്നത്, നമ്മുടെ അന്വേഷണ ഏജൻസികളെ, നമ്മുടെ സിസ്റ്റത്തെ. നമ്മുടെ രാജ്യത്തൊരു സിസ്റ്റമുണ്ട്. അത് എന്തൊക്കെ പറഞ്ഞാലും ഈ അഴിമതി ആരോപണങ്ങളൊക്കെ ഉയർന്നാൽ തന്നെയും ആ സിസ്റ്റം അങ്ങേയറ്റം ജനങ്ങളോട്, പൗരന്മാരോട് നീതി പുലർത്തുന്നതാണ്. അതായത് നമ്മുടെ ആപ്തവാക്യം, നമ്മുടെ ജുഡീഷ്യറിയുടെ ആപ്തവാക്യം തന്നെ 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നാണ്. അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തെയാണ് അവഹേളിച്ചിരിക്കുന്നത്. അതിൽ തെറ്റുപറ്റി എന്ന് അദ്ദേഹം പറയുന്നത് സ്വാഗതാർഹമാണ്, അത് സ്വീകരിക്കാം. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ തെറ്റെങ്ങനെ തിരുത്തും എന്നുള്ളൊരു ചോദ്യമുണ്ട്. എല്ലാം സംഭവിച്ചു കഴിഞ്ഞിട്ട് ഇനി ഈ മുറിവിൽ എണ്ണ പുരട്ടിയത് കൊണ്ടോ, ലേപനങ്ങൾ ഉപയോഗിച്ചത് കൊണ്ടോ, വേദന സംഹാരികൾ കഴിച്ചത് കൊണ്ടോ ഫലമുണ്ടോ? ആ ചോദ്യത്തിനും കൂടി മോഹൻലാൽ എന്ന മഹാനടൻ ഉത്തരം പറയേണ്ടിയിരിക്കുന്നു. മേജർ രവിയുടെ കാര്യത്തെക്കുറിച്ച് ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല. ഒരു നിലപാടുമില്ലാത്ത മനുഷ്യൻ, ഇദ്ദേഹം എങ്ങനെ സൈന്യത്തിൽ മേജറായി എന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്. നോക്കൂ, കീർത്തിചക്ര പോലെയുള്ള സിനിമകൾക്ക് വലിയ സ്വീകാര്യതയാണ് കേരളത്തിൽ. അദ്ദേഹത്തിന് ഈ രാജ്യവിരുദ്ധ സിനിമയുടെ ഭാഗമായ ഈ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയെ സംരക്ഷിക്കാനാണ് നിലപാട്. അതിനെക്കുറിച്ച്, സിനിമയെക്കുറിച്ചല്ല അദ്ദേഹത്തിന്റെ ആശങ്ക. ഈ അദ്ദേഹത്തിന്റെ കേണൽ പദവി ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കരുത്. അതിനെക്കുറിച്ച് ലാലേട്ടൻ പാവമാണ്, ലാലേട്ടൻ ഈ സൈനിക യൂണിഫോം ഇട്ട്, ഈ വസ്ത്രമിട്ട് ആരെയും റേപ്പ് ചെയ്യുന്ന സീനൊന്നും ഈ സിനിമയിൽ ഇല്ലല്ലോ എന്ന് ഒരു, കാരണം അവിടെ തൊട്ടപ്പോഴാണ് ഇദ്ദേഹത്തിന് വേദനിക്കുന്നത്. എന്തൊരു ബാലിശവും, വാസ്തവം പറഞ്ഞാൽ അത് വളരെ മോശമായ ന്യായീകരണങ്ങളാണ്. അതൊന്നും ശരിയല്ല. ദയവ് ചെയ്ത് മേജർ രവി അദ്ദേഹത്തിൻ്റെ ആ ഇരുന്ന പദവിയുടെ ഗൗരവമെങ്കിലും വിടാതെ പെരുമാറണം, വാക്കുകൾ ഉപയോഗിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതേക്കുറിച്ച്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, മോഹൻലാലിനെ ഇനി എത്ര ന്യായീകരിച്ചാലും എത്ര മെഴുകിയാലും കാര്യമില്ല. അദ്ദേഹത്തിന് ഉണ്ടാകേണ്ട ഡാമേജ് ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു.
അദ്ദേഹം തിരക്കഥ വായിക്കാതെ, അദ്ദേഹം പരിപൂർണമായിട്ടും ഈ കഥ മനസ്സിലാക്കാതെ, അദ്ദേഹത്തിൻ്റെ ശരിയാണ് ഈ സിനിമ എന്ന് പറയുന്നത് വലിയ സാങ്കേതികമായി കാര്യങ്ങൾ നടക്കുന്ന നാടകം പോലെയല്ല. അതിന് അങ്ങനെ ഒരു കണ്ടിന്യൂറ്റി ഇല്ല. ചിലപ്പോൾ 100 സീനുകൾ ഉണ്ടെങ്കിൽ 1ാമത്തെ സീനായിരിക്കും ആദ്യം ഷൂട്ട് ചെയ്യുന്നത്, അടുത്തത് 99ാമത്തെ സീനായിരിക്കും അടുത്ത ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനെയൊക്കെയുള്ള സാങ്കേതികപരമായ പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. പക്ഷേ ഈ കഥ സമ്പൂർണ്ണമായി മനസ്സിലാക്കണ്ടേ? ആ കഥ മനസ്സിലാക്കി കഥയ്ക്കുള്ളിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അത് എനിക്ക് മാത്രമല്ല നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ വ്യവസ്ഥയ്ക്ക് ഒക്കെ എന്തെങ്കിലും ദോഷം വരുത്തുമോ, ഇത് മനസ്സിലാക്കേണ്ട ഒരാളല്ലേ? 4 പതിറ്റാണ്ട് സിനിമയിൽ നിറഞ്ഞു നിന്ന മലയാളികളെ കോരിത്തരിപ്പിച്ച നടന വൈഭവം എവിടെ പോയി? അദ്ദേഹത്തിൻ്റെ ആ ബുദ്ധി എവിടെ പോയി? അദ്ദേഹത്തിൻ്റെ ആ ദീർഘവീക്ഷണം എന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്. അതിന് തീർച്ചയായിട്ടും ലാലേട്ടൻ മറുപടി പറയേണ്ടതാണ്. അത് മറുപടി അല്ല, അദ്ദേഹത്തിന് ഇനി മറുപടി പറയേണ്ട കാര്യമില്ല. ഇനിയെല്ലാം ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതാണ് കണ്ടത്. ലൂസിഫറെല്ലാം ഇറങ്ങി അദ്ദേഹം ആദ്യ ഷോ എല്ലാം കണ്ട് അങ്ങനെ വീട്ടിലിരിക്കുമ്പോഴാണ് ഈ മലയാളികൾ ഏറ്റെടുത്ത് മലയാളികൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് കാണിച്ചു കൊടുത്തത്. അദ്ദേഹത്തിന്റെ ഒരു ഖേദപ്രകടനം കൊണ്ട് എന്തായാലും അത് അവസാനിക്കില്ല. അദ്ദേഹത്തിന് ഇനിയും സിനിമകൾ ഉണ്ടല്ലോ. അപ്പോഴും ഈ ജനങ്ങളാണല്ലോ തിയേറ്ററിൽ കയറി പണം മുടക്കാൻ. മലയാളി പൊതുവെ മറക്കാനും പൊറുക്കാനും തയ്യാറുള്ള ഒരു സമൂഹമാണ്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന മാധ്യമങ്ങളിലൂടെയുള്ള പ്രതികരണം, അത് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിലുമൊക്കെ നമ്മൾ കണ്ടു. അത് വലിയ തോതിലാണ് ജനങ്ങൾ അവിടെ പ്രതിഷേധിച്ചത്. അത് നേരിട്ട് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നമുക്ക് അറിയാം, നമ്മൾ ഇത്തരം പോസ്റ്റുകളിലൂടെയാണ് പ്രതികരിക്കുന്നത്. നേരിട്ട് വന്ന് മുഖതാവിൽ പറയുകയല്ല, മറ്റത് നേരിട്ട് വന്ന ആൾക്കാർ പ്രതിഷേധിക്കുകയാണ്. ചാനലുകളിലൊക്കെ നമ്മളത് കണ്ടതാണ് പല ആവർത്തി. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് മലയാളി മറക്കുകയും പൊറുക്കുകയും ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നില്ല ഈ സംഭവം. കാരണം ആത്മാഭിമാനമുള്ള ഒരു മനുഷ്യനും ഇത് സ്വീകരിക്കാൻ കഴിയില്ല. നമ്മളൊക്കെ ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്ന് പാടി പഠിച്ചവരാണ് നമ്മളൊക്കെ. അങ്ങനത്തെ ഒരു വലിയ തലമുറ ഇപ്പോഴും ഇവിടെ ഉണ്ട്. നമ്മുടെ ഈ പുതിയ തലമുറ ചെറുപ്പക്കാരെ നമ്മൾ അത്ര എഴുതി തള്ളരുത്. അവർക്ക് രാജ്യസ്നേഹം വളരെ കൂടുതലാണ്. ഭാരത പൗരൻ എന്ന നിലയിൽ അഭിമാനിക്കുന്നവരാണ് നമ്മുടെ ചെറുപ്പക്കാർ. അവരെയാണ് വെല്ലുവിളിക്കുകയും അവരുടെ നേർക്കാണ് ഈ അവഹേളനം ചെന്നിരിക്കുന്നത്. അവർ അതൊരിക്കലും അതിനോട് കോംപ്രമൈസ് ചെയ്യും, വിട്ടുവീഴ്ച ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ലാലേട്ടൻ കൂടുതൽ ശ്രദ്ധയോടെ ഈ വിഷയം പഠിച്ച് ചെയ്യാവുന്ന പരിഹാരമെല്ലാം ഇതിനകത്ത് ചെയ്യണം. വെറുമൊരു മാപ്പ് കൊണ്ടും ഈ പറയുന്നത് പോലെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടത് കൊണ്ടോ അല്ലെങ്കിൽ ഈ ദൃശ്യങ്ങൾ മുറിച്ചു നീക്കിയത് കൊണ്ടോ റീസെൻസറിങ് നടത്തിയത് കൊണ്ടോ മാത്രം തീരുന്ന ഒരു പ്രശ്നമല്ല. അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങി, പ്രേക്ഷകരിലേക്ക് ഇറങ്ങി ചെന്ന് ഈ വിഷയത്തെ ഏറ്റെടുത്ത് കൈകാര്യം ചെയ്ത് അവരോട് നേരിട്ട് അദ്ദേഹത്തിന് പറയാനുള്ളത്, അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരിക്കുന്ന ആ വികാര വിക്ഷോഭങ്ങൾ പങ്കുവെച്ച് അവരെ പറഞ്ഞ് പറയുമ്പോൾ അദ്ദേഹം പുറത്തു വരണം, അല്ലേ? അതെ, ഈ സമൂഹ മാധ്യമങ്ങളിൽ ഒളിച്ചിരിക്കാതെ ജനങ്ങളുടെ നടുവിലേക്ക് വരണം, പ്രേക്ഷകരുടെ നടുവിലേക്ക് വരണം. പ്രേക്ഷകരോടൊപ്പം അവരുടെ തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് ഈ തെറ്റ്, ഈ കുറ്റം ഏറ്റുപറഞ്ഞ് അദ്ദേഹം, ഇതിനകത്ത് ലാലേട്ടന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മറിച്ച് അതിൻ്റെ അണിയറ പ്രവർത്തകർക്കാർക്കും പൃഥ്വിരാജ് വല്ലതുമാണ് ഇങ്ങനെ ഇറങ്ങുന്നതെങ്കിൽ ഒരു പക്ഷേ വിവരമറിഞ്ഞേക്കും പ്രേക്ഷകരുടെ കയ്യിൽ നിന്ന്. എന്തായാലും ലാലേട്ടന് അത്രയും ഒരു ഇത് നേരിടേണ്ടി വരില്ല. പക്ഷെ അവരുടെ പ്രതിഷേധം തീർച്ചയായിട്ടും അത് അങ്ങേയറ്റം ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് അവരുടെ ഒപ്പം നിന്ന്, അവരുടെ തോളോട് തോൾ നിന്നുകൊണ്ട് ഈ ഖേദപ്രകടനം നടത്തുകയും ഇതിനുള്ള പരിഹാരം ചെയ്യുകയും വേണം. ഒരു പക്ഷേ കൂടുതൽ സിനിമകൾ വരട്ടെ അദ്ദേഹം നല്ല നല്ല സിനിമകൾ എടുക്കട്ടെ. ഞാൻ പറയുന്നത് രാഷ്ട്രീയം മാറ്റിവെക്കാം, പക്ഷെ നമ്മുടെ പരമോന്നത നീതിപീഠത്തിനോടും അതുപോലെ തന്നെ നമ്മുടെ വ്യവസ്ഥയോടും ഭരണഘടനയോടും നമ്മുടെ അന്വേഷണ ഏജൻസികളോടുമൊക്കെ ചെയ്യുന്നത് അത് മറക്കാൻ സാധിക്കില്ല. ഒപ്പം ഈ സനാതനമായിരിക്കുന്ന ഒരു ധർമ്മമാണ് ഹിന്ദുധർമ്മം. അതിനെ വളരെ മോശമായിട്ട് എഴുത്തി കാണിക്കുന്ന ചിഹ്നങ്ങൾ ഇപ്പോൾ തൃശ്ശൂലമൊക്കെ ആ രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട് ആ സിനിമയിൽ. അതൊക്കെ വലിയ മുറിവാണ് ആൾക്കാരിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. തൃശ്ശൂലം പ്രേക്ഷകർ അല്ലെങ്കിൽ ഭക്തരത് കാണുന്നത് ശിവന്റെ ആയുധമായിട്ടാണ്. അതായത് തിന്മയെ ഹനിക്കുന്ന, തിന്മയെ സംഹരിക്കുന്ന ആയുധമായിട്ടാണ് തൃശ്ശൂലത്തെ കാണുന്നത്. അല്ലാതെ അത് മനുഷ്യനെ മുറിവേൽപ്പിക്കാനുള്ള, മനുഷ്യനെ കൊല്ലാനുള്ള ആയുധമായിട്ടല്ല ഭക്തർ അതിനെ സങ്കല്പിച്ചിരിക്കുന്നത്. അവിടെയൊക്കെ ലാലേട്ടൻ വളരെ വിശാലമായി ചിന്തിച്ചുകൊണ്ട് പ്രേക്ഷകരുടെ നടുവിലേക്ക് ഇറങ്ങണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാൻ.